വിമാനങ്ങൾ റദ്ദാക്കുന്നത് തുടരുകയാണ്. അഹമ്മദാബാദ് ലണ്ടൻ വിമാന സർവീസ് വീണ്ടും റദ്ദാക്കിയിരിക്കുന്നു. ബോയിങ് 787-8 വിമാനത്തിന്റെ സർവീസാണ് റദ്ദാക്കിയത്. അഹമ്മദാബാദിൽ നിന്ന് ലണ്ടൻ ഗാറ്റ്വിക് വിമാനത്താവളത്തിലേക്ക് ആയിരുന്നു സർവീസ്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായിട്ട്. അർജുൻ, ഈ സർവീസാണ് അപകടത്തിൽപ്പെട്ടത്. എന്തുകൊണ്ടാണ് തുടർച്ചയായി സർവീസ് റദ്ദാക്കുന്നത്? പകരം സർവീസ് നടത്തുന്ന വിമാനം ഇതിനെന്തെങ്കിലും സാങ്കേതിക തകരാറുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇപ്പോൾ DGCA നിർദ്ദേശപ്രകാരം ഇത്തരം 787 ശ്രേണിയിലുള്ള വിമാനങ്ങളുടെയൊക്കെ പരിശോധനകൾ നടത്തുന്നുവെന്ന് എയർ ഇന്ത്യ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നല്ലോ. ദിവസം സാങ്കേതിക തകരാറുണ്ടോ എന്നുള്ള കാര്യം ഇതുവരെയും എയർ ഇന്ത്യ വ്യക്തമാക്കിയിട്ടില്ല. നിലവിൽ ഈ വിമാനം ക്യാൻസൽ ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യം മാത്രമാണ് അറിയിച്ചിരിക്കുന്നത്. ഒരു സാധ്യതയായിട്ട് കണക്കാക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷെ ഈ ഇസ്രായേൽ ഇറാൻ സംഘർഷം ഉൾപ്പെടെ ഉള്ളതുകൊണ്ട് ഈ വ്യോമപാതയിലൂടെ സഞ്ചരിക്കുന്നത് ഉൾപ്പെടെ ഈ കാരണങ്ങൾക്ക് ഈ വിമാനം റദ്ദാക്കാനുള്ള കാരണങ്ങളിലേക്ക് വഴിവെച്ചേക്കാം. എന്തായാലും ഈ ഷെഡ്യൂൾഡ് ടൈമിൽ നിന്നും ഒരുപാട് വൈകിട്ടാണ് ഇപ്പോൾ വിമാനങ്ങളെല്ലാം എയർ ഇന്ത്യയുടെ ബോയിങ് 787 വിമാനങ്ങളെല്ലാം തന്നെ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയായിരുന്നു ഈ AI-159 എന്ന് പുതിയ ഒരു കോഡ് നെയിം കൊടുത്തിട്ടുള്ള വിമാനത്തിൻ്റെ സർവീസ് ആരംഭിച്ചത്. ഇന്നലെ 4:30 മാത്രമായിരുന്നു 1:10 ഷെഡ്യൂൾ ചെയ്ത വിമാനത്തിന് പുറപ്പെടാൻ സാധിച്ചത്. അത് ഈ സുരക്ഷാ പരിശോധന എല്ലാം നടക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഇന്നെന്തായാലും ഈ സുരക്ഷാ പരിശോധനയ്ക്ക് മുന്നോടിയായി തന്നെ വിമാനം റദ്ദാക്കി എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അത് എന്താണ് കാരണമെന്ന് ഇതുവരെയും DGCAയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ എയർ ഇന്ത്യ അധികൃതരുടെ ഭാഗത്തു നിന്നോ ഒന്നും തന്നെ വ്യക്തമായിട്ടൊരു സ്ഥിരീകരണം വന്നിട്ടില്ല. ഇന്നലെ ഈ സർവീസ് ആരംഭിച്ചപ്പോൾ പോലും യാത്രക്കാരുടെ എണ്ണത്തിൽ കുറവൊന്നും ഉണ്ടായിരുന്നില്ല. ഏകദേശം 200-ൽ അടുത്ത് യാത്രക്കാർ വിമാനത്തിൽ സഞ്ചരിച്ചിരുന്നു. ഈ ഭയമൊക്കെ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം തരണം ചെയ്ത് ആളുകൾ സാധാരണഗതിയിലേക്ക് വിമാനങ്ങളിലേക്ക് വരുന്ന ഒരു കാഴ്ച കാണുന്നെങ്കിൽ പോലും 1-2 ദിവസം അതിൻ്റെ ഒരു ആഘാതം ഉണ്ടാകും. മനുഷ്യന് മുന്നോട്ട് പോയേ മതിയാകൂ. അതായത് ഗതാഗത രംഗത്താണെങ്കിലും തുടർന്ന് സർവീസുകൾ നടക്കും. പക്ഷേ നിലവിലൊരു സുരക്ഷാ കാര്യങ്ങളൊക്കെ പരിഗണിച്ചായിരിക്കാം റദ്ദ് ചെയ്തിരിക്കുന്നത്. അർജുൻ പീതാംബരനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.